ഞാൻ ഈ കുഞ്ഞാന്റെ ബ്ലീഡിങ് ഒക്കെ ഭയങ്കരമായിട്ട് വരും ചിലപ്പോ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരയുമ്പോ നിനക്ക് എന്നാ ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്നു, ഇതൊക്കെ എന്ത് പേടിക്കാനാന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല അതൊന്നും കണ്ടു കഴിഞ്ഞാലൊന്നും. കുഞ്ഞാലിനെ ഇപ്പൊ മറ്റുള്ളവരോട് എന്താ പറയാന്ന് വെച്ചാൽ ഏത് പ്രതികൂലം വന്നാലും നമ്മളെ തരണം ചെയ്യാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ ഒരു ദൈവം, വിശ്വസ്തനായ ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള് തന്നെയാണ് തിരുവമ്പാടി സഭയിലെ നമ്മുടെ കുഞ്ഞേട്ടൻ, വയൽപ്പാറ കുഞ്ഞേട്ടൻ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണെന്നും എനിക്കറിയാം. കുഞ്ഞേട്ടനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. അതായത് കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്, അതായത് നമ്മുടെ വിശ്വാസകോളത്തിൽ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഇത്രയേറെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഈ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും അത് എത്രത്തോളം ആണെന്നുള്ളത് നമുക്കത് അല്ലെങ്കിൽ അതിന്റെ അളവ് ഇത്രയാണോ അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി ഇത്രയാണോ നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ വിഷയം തന്നെയാണ്. അപ്പോൾ അവരങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലെ സാക്ഷ്യം അത് വിലമതിക്കാനാകാത്തതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, നമ്മെപ്പോലെയുള്ള മറ്റുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് പ്രചോദനത്തിനും ഉത്സാഹത്തിനും കാരണമാകുന്ന ഒന്നാണ്. അപ്പം എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കുഞ്ഞാട്ടിലേക്ക് പോവാം. കാര്യം ചെയ്യുമ്പോൾ നമുക്കിപ്പം മനസ്സിലാവില്ല കുഞ്ഞാട്ടിനെ എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കുഞ്ഞാട്ടിന്റെ ചേച്ചിയാണ്. അപ്പോൾ പലതും നമ്മളോട് പറഞ്ഞു തരുന്നത് കുഞ്ഞാട്ടനായിരിക്കില്ല, നമുക്ക് അവരിലൂടെ നമുക്ക് കേൾക്കാട്ടോ. ഈ അസുഖത്തിന്റെ തുടങ്ങിയ കാലഘട്ടം ഏത് വർഷമായിരുന്നു പറയാമോ? അതൊരു 2014 ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? 2014 ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. അതിനുശേഷമാണ് ഈ കിഡ്നി അതിനുശേഷമാണ് കിഡ്നി പ്രശ്നം വന്നത്. ഞാനിങ്ങനെ നിങ്ങളെ കുറിച്ച് അറിഞ്ഞു കേട്ട വളരെയധികം അധ്വാനിക്കുന്ന, പറമ്പിലും കൃഷി സ്ഥലത്ത് വളരെയധികം അധ്വാനിക്കുന്ന, വേർപ്പൊഴുക്കുന്ന ആളായിരുന്നു എന്നാണ് കുഞ്ഞാട്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു കാലത്ത് ഇവിടെ ഉരുൾപൊട്ടൽ വന്ന പറമ്പിന്റെ ഒരു ഏരിയ അങ്ങോട്ട് നശിച്ചുപോയി. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ അസുഖങ്ങൾ അടിക്കടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ 2014 ആണെങ്കിൽ ഇപ്പൊ 2024 10 വർഷത്തെ ചികിത്സാ കാലയളവാണ്. അപ്പൊ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളെ വളരെയധികം വല്ലാണ്ട് പിന്നോട്ടടിക്കുന്ന രോഗങ്ങൾ, നമ്മുടെ ശരീരം വല്ലാതെ സൂക്ഷിക്കുന്ന അസുഖം. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഒരു ചികിത്സയുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ആയിരിക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കി 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ എന്താണ്? ഇപ്പൊ ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ ഇപ്പൊ എന്താ ശരിക്കും പറയാനുള്ളത്? ദൈവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അത്ഭുതകരമാവണ്ണം ദൈവം ഞങ്ങളെ നടത്തി. ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലിനെ കുറിച്ച് എടുത്തെടുത്ത് പറയാണ്. പിന്നെ എനിക്കൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ ദൈവം തന്നൊരു കൃപയായിരിക്കാം. ഏത് പ്രതികൂലം വരുമ്പോഴും ദൈവസേനയെ മുട്ടുമടക്കാനും പ്രാർത്ഥിക്കാനൊരു അവസരം തന്നെ. ഇന്ന് ഞാൻ വിചാരിക്കും, ദൈവമേ, നാളത്തെ അവസ്ഥ അത്ഭുതം പോലെ നാളെ ദൈവം അത് ആ മല പോലെ വരുന്നത് അതങ്ങ് മാറി തിരമാല പോലെ വന്നിട്ട് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് കണ്ടത്. ഒരു വിധത്തിലും പ്രയാസം വരാതെ, ഒരു കാര്യത്തിന് യാതൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ, മക്കളിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഇന്നും നമ്മൾ അത്ഭുതകരമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയാ, ഒരു വിക്കലായിരുന്നു വന്നത്. അപ്പൊ നമുക്കറിയില്ലായിരുന്നു സംഭവം എന്താന്നുള്ളത്. അങ്ങനെ പല നാളുകളായപ്പോൾ നമ്മൾ കണ്ട കോഴിക്കോട് തന്നെ കാണിച്ച്, അങ്ങനെ ക്യാൻസർ സെന്ററിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഒക്കൽക്കോട് എന്നൊരു സംഭവത്തില് ക്യാൻസറിന്റെ പ്രശ്നമാണ് കണ്ടത്. അപ്പൊ ഇത്രയും തുടക്കത്തിലേ നിങ്ങൾ കണ്ടതെന്നുള്ള അവർ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു, ഒരുപാട് ഞങ്ങൾ വിചാരിച്ചു ഒത്തിരി എത്തിപ്പോയെന്ന് വിചാരിച്ചു. തുടക്ക സ്റ്റേജ് ആയിരുന്നു. 16-17 പിന്നെ റേഡിയേഷൻ ചെയ്തു. അപ്പോഴത്തേനും തൊണ്ടയങ്ങ് പഴുത്ത് ഭയങ്കരമായിട്ട്. ഞാൻ കീമോ ചെയ്തില്ല, റേഡിയേഷൻ ആയിരുന്നു. അത് സർജറി ഇല്ലായിരുന്നു. അപ്പൊ ഒരു 14-15 ആയപ്പോഴത്തേനും തൊണ്ടയങ്ങ് പൊള്ളി വിട്ടിട്ട് ഇങ്ങനെ ഈ ഇറച്ചി ഇങ്ങ് പുറത്തേക്ക് വരുന്ന രീതിയിലായിപ്പോയി. പക്ഷെ ഇതെല്ലാം വന്നിട്ടും കുഞ്ഞാനെ സംബന്ധിച്ചു, ഞാൻ ഇന്ന് ഒരു കുഞ്ഞാൻ്റെ ഒരു കരഞ്ഞിട്ടോ ഒരു പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ തന്നെ, ഇപ്പൊ ഇവിടെ ഈ ഉള്ളിലിരുന്ന് ഈ ശ്വാസം കഴിക്കാതിരിക്കുകയാണ്. എന്നാൽ എനിക്ക് അയ്യോ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്തെങ്കിലും ഇന്നു വരെ കുഞ്ഞാൻ്റെ വായിന്ന് ഒരു നെഗറ്റീവായിട്ട് ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് എന്താ ദൈവം വരുത്തി. 10 വർഷത്തെ ഈ
ജീവിതത്തിൽ 10 വർഷം എന്ന് ഞാൻ പറയുന്നത് ഈ അതെ രോഗത്തിന്റെ അതെ കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്. അതെ 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 അധ്വാനിച്ചുണ്ടാക്കിയ പറമ്പിന്റെ ഒരു ഭാഗം അതെ വെട്ടി പോവാ, അതിനുശേഷം ആരോഗ്യത്തെ ഇങ്ങനെ ബാധിച്ചു രോഗം വന്നു അത് ചികിത്സിച്ച് മാറുന്നു, അടുത്ത് അതിനുശേഷം അതിന്റെ ചികിത്സയുടെ ഫലമായിട്ട് വേറൊരു എന്താ പറയുന്നത് ഒട്ടും മോശമല്ലാത്ത വേറൊരു രോഗം അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ഈ ദൈവവചനത്തിലെ ദൈവം എന്റെ ജീവിതത്തില് നന്മ മാത്രം പ്രവർത്തിക്കുന്നു. അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും? പക്ഷെ അതായത് ദൈവം നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഷ്ടത കൂടി വരുമ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണ്. വിളിച്ചപേക്ഷിക്കുന്ന ആളിൽ ഉത്തരം വരലെന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതിന്റെ തെളിവായിട്ട് കാണാൻ കഴിഞ്ഞത് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് അവിടെ എല്ലാം ഈ രോഗത്തിന്റെ മധ്യത്തിൽ നമുക്ക് പോസിറ്റീവായ എനർജി തരാനും ആ എനർജി ഡോക്ടർമാരിലൂടെ ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളിൽ നിന്നാണെങ്കിലും ഏത് ഭാഗത്തും നമുക്ക് നല്ല നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ദൈവത്തോടുള്ള കൂടുതൽ ആശ്രയിക്കാൻ നമുക്ക് ഇടവന്നു. കഷ്ടത വർദ്ധിക്കുന്നതോറും നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം കൂടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രതികൂലം കൂടുതലായിട്ട് വരുന്നതോറും ദൈവസേനയെ കരയുന്ന അവസ്ഥ, വാതിലടച്ചിട്ട് കരയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ദൈവം ശോധനയിലൂടെ കടത്തി വീഴുമ്പോൾ ദൈവം നമുക്ക് അതിന് പോക്കുവഴി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. കട്ടത്തിൽ ഏറ്റവും അടുത്ത തൂണ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കാറില്ലേ? കട്ടത്തിൽ അവർ ഏറ്റവും അടുത്ത എനിക്ക് തൂണ. അതെ, ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത തൂണ. അത് ഉറപ്പാ, അത് നമുക്കറിയാം. നമ്മളിങ്ങനെ രോഗങ്ങളും പ്രയാസങ്ങളും നാട്ടിൽ നമുക്ക് മാത്രമല്ല, അല്ല, വിശ്വാസികളായ ആളുകൾക്കും ഉണ്ട്, അവിശ്വാസികൾക്കും ഉണ്ട്. ഒരിക്കലും ഒരു അവിശ്വാസിക്ക് ഒരിക്കലും ഇങ്ങനെ ഈ രോഗത്തെ ഇത്ര വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ പക്വതയോടുകൂടി അതിനെ സമീപിക്കാനായിട്ട് സാധിക്കും. ദൈവമക്കളായ നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. ദൈവവചനത്തിൽ അതിനുള്ള ആശ്വാസം കണ്ടെത്താനുള്ള വചനങ്ങളും വാക്യങ്ങളും നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിന് സാധിക്കുന്നത്. അപ്പം ഈ കുഞ്ഞാണ്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇങ്ങനെ പ്രയാസമായിട്ട് എത്ര നാളായി? ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീര് കണ്ടമാനം മുഖത്ത് വരുമ്പോ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമെന്നല്ലാതെ ഇതിപ്പോ ഈ ശ്വാസ സംബന്ധമായ പ്രശ്നം ഇങ്ങനെ ശ്വാസം വായിലൂടെ വരാൻ തുടങ്ങിയപ്പോ വാ വിളിക്കാൻ തുടങ്ങി. ആ വാ വിളിച്ച് ഇങ്ങനെ ചെന്നപ്പോ നാവിന് കട്ടി കൂടിയിട്ടാണ് ഇത്രയും പ്രയാസം വരാൻ തുടങ്ങിയത്. അപ്പൊ അവര് പറഞ്ഞ് ഹാർട്ടിന് പ്രശ്നമുണ്ട്, പിന്നെ ശ്വാസകോശത്തിന് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അതിന്റെയൊക്കെയാണ് വളരെ മോശമായ കണ്ടീഷനാ. ഇപ്പൊ അത്ഭുതപരമായുള്ള ജീവിത കുഞ്ഞാണ്ട് ഇപ്പൊ ഉള്ളത്. ശരിക്കും ഇപ്പൊ ട്രീറ്റ്മെന്റുകൾ എന്ന് വെച്ചാൽ ഇപ്പം ശ്വാസകോശ സംബന്ധമായ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഹാർട്ടിന്റെ പ്രശ്നത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എന്താ ഈ ഇപ്പൊ ഒരു ഇത് വന്നു, എന്നാ ന്യൂമോണിയ അല്ലേ ചേട്ടന് ഇപ്പൊ വന്ന പനിയുടെ അതിന്റെ കണ്ടമാനമായി പോയായിരുന്നു. കഫക്കെട്ട് കണ്ടമാനം കൂടി പോയി. അത് അവര് പറഞ്ഞത് ഒരുപാട് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയില്ല. ഇപ്പൊ ഡോക്ടർ നമ്മളിവിടെ ഈ CT സ്കാനാ ചെയ്തല്ലേ. അത് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇത് പിന്നെ ന്യൂമോണിയ കൂടിപ്പോയതാന്ന്. അപ്പൊ അതിന് ചെയ്തു. അതുവരെ ഭയങ്കര ചുമയും കഫക്കെട്ടുമായിരുന്നു. അപ്പൊ അതിനുള്ള നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡയാലിസിസ് 3 ദിവസം ഉണ്ട്. ചിലപ്പോ 4 ദിവസം ആവും. കൂടിപ്പോയി കണ്ടമാനം കൂടിപ്പോയി 4 ദിവസം ആക്കും. ഇപ്പൊ ശരിക്കും 72 വയസ്സ്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് നിന്നിട്ട് മറ്റു വിശ്വാസികളോട് ശരിക്കും എന്താ പറഞ്ഞു കൊടുക്കാനാണ്? എങ്ങനെ ചോദിച്ചാല് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വിശ്വാസ ചർച്ചകളിലേക്കൊക്കെ നോക്കിയാൽ ഇപ്പൊ ചെറിയൊരു എന്തെങ്കിലും ഒരു അസുഖം വരിക, വല്ലാണ്ട് അങ്ങ് തകർന്നു പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു ജീവിതത്തിൽ ഇങ്ങനെ പ്രത്യാശ കുറവുള്ള ആളുകൾ, ധൈര്യം കുറവുള്ള ആളുകൾ. ശരിക്കും നിങ്ങളുടെ അടുത്തൊക്കെ ജീവിതാനുഭവങ്ങള് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ് ശരിക്കും അങ്ങനെയുള്ള വിശ്വാസികൾ പറഞ്ഞു കൊടുക്കാനായിട്ട്? ദൈവം അതിൽ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ജനത്തിനും കൂടെ അവസാനം കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആശ്രമത്തിലുള്ള ജനങ്ങളോട്, അതായത് ശിഷ്യന്മാരോട് ശരി ഒരു ഇത് കൊണ്ട് പോവാണ്. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ വാഴമാണ് നമ്മളെ അവരോട് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാന് അതായത്
നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തം നമുക്കുണ്ട് എന്നാണ് കുഞ്ഞേട്ടൻ പറഞ്ഞത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിങ്ങളെ നിങ്ങളെ. അപ്പൊ ആ ഒരു ചിന്ത കുഞ്ഞേട്ടൻ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എന്റെ മക്കളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശ കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള യാത്ര. അപ്പം കുഞ്ഞേട്ടനെ ഇപ്പൊ മറ്റുള്ളവരോട് എന്താ പറയാന്ന് വെച്ചാൽ, ഏത് പ്രതികൂലം വന്നാലും നമ്മളെ തരണം ചെയ്യാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ ഒരു ദൈവം, വിശ്വസനായ ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം 100% നമ്മൾക്ക് അനുഭവത്തിലൂടെ കിട്ടിയത് കൊണ്ടാ, നമ്മൾ അനുഭവിച്ചത് കൊണ്ടാ ഇന്നു വരെ നമ്മളെ നടത്തി. ഒരു കാര്യം ചോദിച്ചത്, അതായത് ഈ ഒരു എക്സ്പീരിയൻസിന്റെ ഇടയ്ക്ക് നിങ്ങൾ മറക്കാനാവാത്ത ഒരു ജീവിതാനുഭവം പറയുന്നത് ഒത്തിരി ഉണ്ടാവും എനിക്കറിയാം. രോഗത്തിന്റെ കാഠിന്യമേറിയ ദിനങ്ങളും ചികിത്സയുടെ ഭയാനകതയൊക്കെ ഉണ്ടെന്നറിയാം. എങ്കിലും ഈ പ്രേക്ഷകരുടെ അറിവിലേക്കും ഒക്കെ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രോഗത്തിന്റെ നാളുകളിൽ മറക്കാനാകാത്ത ഒരു സംഭവം എന്തെങ്കിലും? അതായത് ഉരുൾപൊട്ടൽ ദിവസം പലരും 2 കിലോമീറ്റർ മുകളിൽ നിന്ന് വലിയൊരു പർവ്വതം എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിന്റെ അത്രയുള്ള ഒരു കല്ലുമല പാറക്കട്ടേന്ന് പതിച്ച് നിന്നിട്ട് ഞങ്ങൾ ആദ്യമേ എന്ന് വീടിന്റെ അടുത്ത് തടഞ്ഞു നിന്ന് അവിടെ കായല് പോലെ വെള്ളം കെട്ടി ഇതെല്ലാം അല്പസമയത്ത് ഞങ്ങൾ സംഭവിച്ചതാണ്. ഒരു 5 or 10 മിനിറ്റുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ ഒരു കായലായി. ഈ ഒരു പാറ പറഞ്ഞു കൊണ്ട് അവിടെ ചെറ കെട്ടി ഉണ്ടാക്കിയാണ്. ചെറയെന്ന് പറഞ്ഞാൽ കല്ല്, മണ്ണ്, ഈ ഉരുളുകൊണ്ടിൽ മരങ്ങള്, ചേന, ചെടി എല്ലാം കൂടെ ഒരു മിശ്രിതം ഉണ്ടാക്കി അവിടെ ഞങ്ങളെ വീടിന്റെ ഭാഗത്ത് ചെറ കെട്ടി മരം വീട്ടിലേക്ക് ചെരിഞ്ഞു വെള്ളം. അപ്പൊ ഞങ്ങളും അറിയുന്നില്ല, ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ആ സമയം അന്നേരം ഒരു 6:30 മണി, 5:30 ആയി കാണും. അപ്പം അടുത്തുള്ള അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു, വയലിപ്പാറ കുഞ്ഞാനും കുടുംബവും ആ ഭാഗത്തുള്ളവരെല്ലാം പോയി കൊണ്ടുവന്നു. കാരണം നമ്മുടെ വീട്ടിലേക്കാണ് ചെരിയുന്നത് ആ വെള്ളം. അത്ഭുതം എന്നേ പറയണ്ടു. ഒരു പൊട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാത്ത ഒരു, ഞങ്ങൾ ഞെട്ടി പറിച്ച് ആ പൊട്ടിൽ നമ്മുടെ വീടിന്റെ വരാന്ത വരെ വെള്ളം കയറി. ചെളിയും വെള്ളം കൂടെ കയറി തെങ്ങിന്റെ മുകളിൽ വെള്ളം കയറി അടിച്ച്. അത് ദൈവം പൊട്ടിച്ചില്ലെങ്കിൽ ഒരിക്കലും പൊട്ടില്ല അത്. കാരണം 2 പാറ വന്ന് തടഞ്ഞത്. അത് വെള്ളവും മരവും തടഞ്ഞിട്ട് ആ വെള്ളം എങ്ങനെ പൊട്ടിപ്പോകും? ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും കാണില്ല. അതൊരു ഭയങ്കര സാക്ഷി, ഒരു അത്ഭുതകരമായ അവസ്ഥ ഞങ്ങൾക്ക് അനുഭവം വന്നത്. അത് ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഒരു 10-15 ട്രെയിൻ നിന്ന് പോകുന്നത് ഒരു സംഭവം, ഒരു ചൂട. അതായിരുന്നു ഈ വെള്ളം കെട്ടുന്നതിനുള്ളൊരു അവസ്ഥ. ഈ വെള്ളം കെട്ടുന്നത് വെള്ളം പൊട്ടിക്കണമല്ലോ. വെള്ളം ഒഴുക്കിനെ തടയുന്നത് പെട്ടെന്ന് ഒരു ചെറ കിട്ടുമ്പോഴുണ്ടായ ചൂടയാണ്. ഒരു 10-15 ട്രെയിൻ ഒന്നിച്ച് വന്നതെന്ന് ചൂള കെടുക്കുന്ന ചൂള. ആ ചൂളയിലാണ് അവസാനം ഇത് പൊട്ടുന്നത്. അന്നേ ഞങ്ങളതൊന്ന് ഭൂമിയിലുണ്ടായത്. ശരിക്കും നമ്മൾക്ക് ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ, നമുക്ക് വളരെ ആകാംക്ഷയോടെ കേട്ടിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ നിമിഷത്തില് ഇവരെങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. ദൈവാശ്രയമുള്ള ഒരു വിശ്വാസിയെ, അല്ലെങ്കിൽ ഒരു ദൈവവൈതനെ, ദൈവം ഏതെല്ലാം തരത്തിൽ അവനെ വഴി നടത്തും എന്നുള്ളത്, വഴി നടത്തും എന്നുള്ളതിന്റെ ജീവിതോദാഹരണമാണ് നമ്മുടെ മുമ്പില് ഇരിക്കുന്നത്. അതിന്റെ സാക്ഷി വേണ്ട, വിശ്വാസികൾക്ക് സാക്ഷി വേണ്ട. ഇന്നും അവിടെ ഒരു കല്ല്, ഒരു പാറമല വന്ന് തോട്ടിൽ അടഞ്ഞിട്ടുമുണ്ട്. വിശ്വാസികൾ ആരും വന്നാലും അത് 100 കൊല്ലം കഴിഞ്ഞാലും ഇളകി പോകുന്നത് ആ പാറമലകളെ 2 പാറയാ തോട്ടിൽ താമസിച്ചിരിക്കുക. അതെ, അതെങ്ങനെ പൊട്ടി എന്നുള്ളതും ദൈവത്തിന്റെ അത്ഭുതകരങ്ങളും ഒരു കാരണവശാലും പൊട്ടൂല. എന്തായാലും ഒന്ന് പോയി കാണാട്ടോ. ഈ പാറ എത്ര വരുമ്പോഴെന്ന് എന്തായാലും, കാരണം ഒരു 10,000 കൊല്ലം കഴിഞ്ഞാലും അതൊരു കാഴ്ച. 10,000 കൊല്ലം ഭൂമി ജീവിച്ചിരുന്നാലും ഇത് അങ്ങ് അവിടെ നിന്ന് മലയാണ്. ഈ മലയെന്ന് പറയുമ്പോൾ നമ്മൾ 10,000 കൊല്ലം കഴിഞ്ഞാൽ അത് ശരി. അതേമാതിരി പാറ.
എന്തായാലും നിങ്ങൾ നേരെങ്കിലും കോടതിയിൽ കുറച്ച് പിള്ളേരെ പോകുന്നത് കാണുക. ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ചാല് അന്ന് ഇവരെ ആ ഉരുൾപൊട്ടലിന്റെ ഇടയില് ദൈവം അവരെ സഹായിച്ചു, അല്ലെങ്കിൽ അത്ഭുതകരമായി അവരെ വിടുവെച്ചതിന്റെ അടയാളം ഇരിക്കൊണ്ടെന്നാണ്. അതെ അതെ. അപ്പൊ നമ്മളിലെ ചില ആളുകളൊക്കെ പോയി, പറ്റുന്ന ആളുകൾക്കൊക്കെ അത് പോയി കാണാനായിട്ട് സാധിക്കട്ടെ. അവസാനമായിട്ട് ഒരു ചോദ്യം ചേച്ചികളാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടിയിട്ട് എത്ര വർഷമായി? ഞങ്ങളിപ്പോ 2000 86 നമ്മുടെ കല്യാണം അല്ലേ? 86 1986 കല്യാണം. ഞാൻ ചോദ്യം ഇതാണ്, കുഞ്ഞാടിന് ഇപ്പൊ 72 വയസ്സായിരുന്നു. ദീർഘനാളത്തെ അസുഖവും അതിന്റെ ശുശ്രൂഷയും അതിന്റെ ചികിത്സയും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം ചേച്ചി ഈ വിഷയത്തെ നോക്കി കാണുന്ന ഒരു ചോദ്യം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത്? രണ്ടാമത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു മടുപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണമുണ്ട്. ചേട്ടന് ആരോഗ്യമുള്ള കാലത്ത് എന്നോട് കാണിച്ച സ്നേഹവും പരിചരണവും അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളരെ സ്നേഹവും വളരെ കരുതലും. പിന്നെ ഒരു കുഴപ്പം, പെട്ടെന്ന് ഒരു ദേഷ്യം പെട്ടെന്ന് വരുമായിരുന്നു. പെട്ടെന്ന് മുൻകോപം ചില സമയത്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ അത് വലിയ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് മാറും. പക്ഷെ ഞങ്ങളെയും കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിചരിച്ചു, ഞങ്ങൾക്ക് എന്ത് വേണം. പക്ഷേ കുഞ്ഞാടിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും പറയാൻ എനിക്കില്ല. കാര്യമായിട്ട് വളരെ കരുതലോടെ അതുകൊണ്ട് ഈ കരുതൽ നമുക്ക് ചെയ്തുകൊണ്ട് ആണ് നമുക്ക് ഇന്ന് മടുപ്പില്ലാതെ തോന്നുന്നത് കുഞ്ഞാടിനോട്. കാരണം അതുപോലെ നമ്മളെ ആരോഗ്യമുള്ള കാലത്ത് സംരക്ഷിച്ചു. ഇന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നിപ്പോ ഇതുപോലെ വയ്യ. ഇതുപോലെ എന്തെല്ലാം പ്രതികൂലം വന്നാലും ഞാൻ ഈ കുഞ്ഞാടിന്റെ ബ്ലീഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് വരും ചിലപ്പോ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരയുമ്പോ, നിനക്ക് എന്നാ ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്നത്, ഇതൊക്കെ എന്ത് പേടിക്കാനാന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല അതൊന്നും കണ്ടു കഴിഞ്ഞാലൊന്നും. അപ്പൊ നിങ്ങളുടെ വിലയേറിയ ജീവിതാനുഭവങ്ങള് ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പൊ ഞാൻ വീഡിയോന്റെ ആദ്യം ഞാൻ പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് രണ്ടു തരത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന്, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ ദൈവവചനത്തിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ വളരെ ധൈര്യത്തോടുകൂടി അതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ആളുകളുടെ ജീവിതങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിലും ഇത് വളരെയേറെ ഉത്സാഹത്തിന് കാരണമാകും എന്നുള്ള പ്രത്യാശയോടുകൂടി നിർത്തുന്നു. ദൈവത്തിന്റെ അധീക്ഷിതമായിരിക്കുന്ന നാമം